الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين، أما بعد. فعن عثمان بن عفان رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول: من بنى مسجدا يبتغي به وجه الله بنى الله له مثله في الجنة. رواه الإمام البخاري. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമദാനിന്റെ 15-ാം പ്രഭാതത്തിലാണ് നാം ഈ നിസ്കരിച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. റമദാനിന്റെ പാതി പിന്നിട്ടു, വരാനിരിക്കുന്ന പാതിയിൽ 15 പൂർത്തിയാകുമോ എന്നറിയില്ല. കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ കൂടുതൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിതമായി ചെയ്തുകൊണ്ട് അടുത്ത ദിവസങ്ങളെയൊക്കെയും സമ്പന്നമാക്കാൻ അല്ലാഹു നമുക്ക് ഉത്സാഹവും തൗഫീഖും വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിലുകൾ അനേകമായിട്ടുണ്ട് പുണ്യകർമ്മങ്ങളായി. അതിലൊരു വാതിലാണ് പള്ളി പരിപാലനം എന്നുള്ളത്. നമ്മുടെ ഒക്കെയും ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയമാണ്. പള്ളി പരിപാലനം എന്നത് പള്ളിയുടെ നിർമ്മാണം, പള്ളി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉള്ള പഴയ പള്ളി അത് പുനരുദ്ധരിക്കുക, അതുപോലെ തന്നെ ആ പള്ളി വളരെ മനോഹരമായ രൂപത്തിൽ ക്ലീൻ ചെയ്ത് ആവശ്യമായ പരിചരണങ്ങൾ നടത്തി മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോവുക. ഇതെല്ലാം പരിപാലനത്തിന്റെ ഭാഗമായി വരുന്ന വിഷയങ്ങളാണ്. പൂർണ്ണ മുഅ്മിനീങ്ങളായ ആളുകൾ, പൂർണ്ണ വിശ്വാസികളുടെ അടയാളവും അവരുടെ ഒരു സൗഭാഗ്യവുമായിട്ടാണ് പള്ളി പരിപാലനത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. മരിച്ചാലും പ്രതിഫലം ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന പുണ്യകർമ്മങ്ങൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി നിർമ്മാണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷിക്കൂട് പോലെയുള്ള പള്ളിയാണ് ഉണ്ടാക്കിയതെങ്കിൽ പോലും പകരം പടച്ചവൻ സ്വർഗത്തിൽ ഒരു ഭവനം അവന് നൽകും എന്നാണ്. പക്ഷേ ദുനിയാവിൽ അവൻ ഉണ്ടാക്കിയ പള്ളി പക്ഷിക്കൂട് പോലെ ചെറുതാണെങ്കിലും പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന വീടിന്റെ വർണ്ണന നമുക്ക് മുന്നിലില്ല. എന്ന് വെച്ചാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിലപ്പുറം വിശാലതയും സൗകര്യങ്ങളും എല്ലാം ഉള്ള മണിമന്ദിരമായിരിക്കും സ്വർഗത്തിൽ എന്ന് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധൃതമായ ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തിരുനബി പറഞ്ഞതായി മഹാനവർകൾ കേട്ടു: മംബന മസ്ജിദൻ, ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി ഉണ്ടാക്കുമ്പോഴും മാനസിക നിലപാട് അതിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ളതാണ്. പേര് കിട്ടാൻ വേണ്ടി പള്ളി ഉണ്ടാക്കൽ പറ്റില്ല. അത് പള്ളി ഉണ്ടാക്കലാണെങ്കിൽ പോലും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് പാഴ്വേല മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകം തിരുനബി എടുത്തു പറഞ്ഞു: മംബന മസ്ജിദൻ, ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുകയും ചെയ്താൽ, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടണം, അള്ളാന്റെ അടുക്കൽ എനിക്കൊരു നല്ല പേരുണ്ടാവണം, അള്ളാന്റെ അടുക്കൽ എനിക്കൊരു സ്ഥാനം വേണം, അള്ളാന്റെ അടുക്കൽ എനിക്ക് പരിഗണന വേണം എന്ന നിയ്യത്തിൽ ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു, അവൻ അല്ലാഹു തആല എടുത്തു കൊടുക്കും മിസ്ലഹു, തുല്യം, ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം പള്ളികൾ പലരും പണിതിട്ടുണ്ട്. ഏറെക്കുറെ ഈ അടുത്ത സമീപകാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി അറബി പൗരന്മാർ പള്ളി നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. ഇഷ്ടംപോലെ പള്ളികൾ. കുറച്ചു മുമ്പൊക്കെ പള്ളിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഏകദേശം നാടുകളിലൊക്കെ പള്ളികൾക്ക് ക്ഷാമമില്ല. ഇഷ്ടംപോലെ പള്ളിയാണ്, മുളത്തിന് മുളം എന്ന് പറയും പോലെ. എങ്കിലും ചില ഗ്രാമങ്ങളിൽ പള്ളി ഇല്ലാത്തത് ഉണ്ട്, ചില ഗ്രാമങ്ങളിൽ പള്ളി സൗകര്യപ്രദമല്ലാത്തതുണ്ട്. പൊളിച്ചു മാറ്റി പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള എത്രയോ സ്ഥലങ്ങൾ ഇപ്പോഴും കാണും. അപ്പൊ കുറച്ചു മുമ്പ് ഈ അറബികൾ വന്നിട്ട് എല്ലായിടത്തും പള്ളി പുതുതായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന അവസ്ഥ. പഴയത് പൊളിച്ചു മാറ്റി പുതിയതുണ്ടാക്കി, അല്ലെങ്കിൽ തീരെ പള്ളി ഇല്ലാത്തടത്ത് പുതിയ പള്ളി ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവർ ചെയ്തിരുന്നു. അവരത് ചെയ്യാൻ കാരണം ഈ ഹദീസിന്റെ ആശയത്തെ
ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോരോരുത്തരും അവരവരുടെ ആഖിറത്തിലേക്ക് കെട്ടിടം പണിയുകയായിരുന്നു. അവരോരോരുത്തരും സ്വർഗത്തിൽ ഭവനം നിർമ്മിക്കുകയായിരുന്നു അവർ ഈ പള്ളികളിലൂടെ. നമ്മുടെ നാട്ടിലും ഉള്ള ആളുകളും ചിലരൊക്കെ ആ പള്ളിയൊക്കെ നിർമ്മിച്ചു കൊടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറബികൾ പ്രത്യേകതമായിട്ടൊരു രീതി ചെയ്യും. നമ്മുടെ ഈ ഉള്ള പള്ളിയെ ഒന്ന് വിപുലപ്പെടുത്താനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് നന്നാക്കാനോ അതിനൊന്നും ഒരു കാശ് തരില്ല. അവർ തരണമെങ്കിൽ ഒന്നായിട്ട് ഫ്ലാറ്റ് ആക്കി കൊടുക്കണം, എന്നിട്ട് ഫുള്ള് ആദ്യം മുതൽ തറ മുതൽ അവർ പണിയണം. അതെന്താന്ന് ചോദിച്ചാൽ പള്ളി നിർമ്മാണത്തിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ്. മറ്റേത് ഭാഗികമായിട്ടല്ലേ. എനിക്കൊരു പള്ളി ഫുള്ളായിട്ട് അതിന്റെ തറയടക്കം ഞാൻ നിർമ്മിച്ചു കൊടുത്താലല്ലേ ഇതുപോലെ ഫുള്ളായിട്ടുള്ളൊരു വീട് എനിക്ക് സ്വർഗത്തിൽ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയാണ് അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. അങ്ങനെ കുറെ പള്ളികൾ ഉണ്ടായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ആ പള്ളി എടുത്തവർക്കൊക്കെയുള്ള പ്രതിഫലം ഇതാണ്. അല്ലാഹു തആല അതെല്ലാം അവരിൽ നിന്നെല്ലാം കബൂൽ ചെയ്തു കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴും നമ്മളെ ഇടയിൽ ഇഷ്ടംപോലെ ആളുകളാണ്. കാശുള്ളവരുണ്ട്, ധനം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവരുണ്ട്, ഒരുപാട് ഭൂസ്വത്തുകൾ ഉള്ളവരുണ്ട്, കെട്ടിടങ്ങൾ ഇഷ്ടംപോലെ ഉള്ളവരുണ്ട്. അയാൾ മരിക്കുവോളം ജീവിക്കാനും അയാളുടെ അനന്തരം അയാളുടെ മക്കൾക്കും പിന്നെ ബാക്കി ആശ്രിതരായിട്ടുള്ള ആളുകൾക്കും സുഖത്തിൽ വസിക്കാനും ജീവിക്കാനും മതിയായിട്ടുള്ള ആസ്തിയുമുണ്ട്. അതിലപ്പുറവുമുള്ള ആളുകളാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം. പലരും പല മുതലാളിമാരും മരിച്ചുപോയി, സ്വത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇയാൾ മരിച്ചുപോയ ശേഷം നല്ലൊരു കുടുംബമായിരുന്നു, ബാപ്പയും മക്കളും ഉമ്മയൊക്കെ ആയിട്ട്. പക്ഷെ ഇയാൾ മരിച്ചു പോകലോടുകൂടി ഈ കുടുംബം തമ്മിൽ തല്ലി പിരിയാൻ. എന്തിന്റെ പേരിൽ? വാപ്പ ഇട്ടേച്ചു പോയ സ്വത്തിന്റെ പേരിലാണ് തർക്കം, അതിന്റെ പേരിലാണ് തല്ല്, അതിന്റെ പേരിലാണ് കൊല. അങ്ങനെയൊക്കെ നടന്നിട്ട് ആ കുടുംബത്തിന്റെ നന്മയും യശസ്സും എല്ലാം നഷ്ടപ്പെട്ടു പോകുക. എത്രയോ പവിത്രമായ ഒന്ന് കുടുംബമായിരുന്നു, ചിന്ന ഭിന്നമായി പോയി. എന്തേ കാരണം? സ്വത്തിന്റെ പേരിൽ. അപ്പോ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് തന്റെ കാലശേഷം ഈ ആശ്രിതരായിട്ടുള്ള മക്കൾക്ക് ഒരു നല്ല അന്തസ്സിൽ ജീവിക്കാനുള്ള ഒരവസ്ഥയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇവർക്ക് എല്ലാവർക്കും, ഈ ബാപ്പാക്കും മക്കൾക്കും കയറി പാർക്കാൻ സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കാൻ അതൊരു ഡെപ്പോസിറ്റായി വെക്കാൻ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ഭൂമി അങ്ങോട്ട് വിറ്റാലും ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി കൊടുക്കുക, ഒരു കെട്ടിടം കൊണ്ട് വിറ്റാൽ അപ്പുറത്ത് കൊണ്ടിട്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കുക. അതെന്താ? ആ പള്ളി നമുക്ക് സ്വർഗത്തിലെ ുള്ളൊരു വീടായിരിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ഈ മക്കൾ പെരുവി നമ്മളെ കാലശേഷം വെറുതെ ഇങ്ങനെ തല്ലും പിടിയും കൂടി സ്വത്തിന് വേണ്ടി ചാവണ്ടല്ലോ. അവർക്ക് ആവശ്യമായ സ്വത്തിട്ട് ബാക്കി നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് വളരെ പുണ്യകർമ്മമാണ്. പള്ളി നിർമ്മാണം എന്ന് പറയുന്നത് ജാരിയത്തായ സദഖയാണ്. പണ്ട് കാലത്ത് നിർമ്മിച്ച നിർമ്മിതികളിൽ വല്ലാതെ നൂറ്റാണ്ടുകൾ കാലം അവശേഷിച്ചു. നമുക്ക് പോയാൽ കണ്ടുകൂടെ തളങ്കരത്തെ പള്ളിയും അതേപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ പള്ളിയും അങ്ങനെ ഒരുപാട് പഴയ പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നാൽ അവിടെയുണ്ട് വാരാമ്പറ്റ പള്ളി, അഥവാ അങ്ങനെയുള്ള കുറേ പഴയ പള്ളികൾ എത്രയോ നൂറ്റാണ്ട് പിന്നിട്ടു. എന്നാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പള്ളി എടുത്താൽ അത്രയും ദീർഘായുസ് കിട്ടുന്നില്ല, എങ്കിലും ഏറെക്കുറെ നീണ്ട വർഷങ്ങൾ ഈ പള്ളി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രയും കാലം നമുക്ക് ഇതിന്റെ പ്രതിഫലം, ആദായം, നമ്മളൊരു പിന്നെ ഒരു കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടത്തിൽ നിരക്കാതെ ലാഭം കിട്ടുന്ന പൊടി കച്ചവടം നടക്കുന്ന കടകളൊക്കെ ഇല്ല. ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലെ ഈ പള്ളിയിൽ നിന്ന് പ്രതിഫലം അവരുടെ ഈ കുടുംബത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്രയും പുണ്യമുള്ള ഒരു അമലാണ്, അത് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ്. ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കഴിയുന്ന ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നല്ല കാര്യങ്ങൾ കൂടുതലായി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതിനുള്ള കർമ്മശേഷിയും അതുപോലെ തന്നെ ധർമ്മശേഷിയും അതുപോലെ നമുക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ധനശേഷിയും എല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കർമ്മങ്ങളെയും സേവനങ്ങളെയും എല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് മതിയായ പ്രതിഫലം തരണേ അല്ലാഹ്. നീ വെറുക്കുന്ന എല്ലാ പ്രവൃത്തിയിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ബഹുദൂരം അകറ്റി നിർത്തി ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.